എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് കുറച്ച് പെർഫ്യൂംസിനെ കുറിച്ചാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ കുറച്ചൊരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ളൊരു വ്ളോഗ്, ഒരു റിവ്യൂ ആണ്. ഫസ്റ്റ് പെർഫ്യൂം വന്ന് ഗെസ്സിൻ്റെ സിഡക്റ്റീവ് നോവാർ എന്നൊരു ബ്രാൻഡിൻ്റെ ആ ഒരു വേരിയൻ്റ് ആണ്. ഇങ്ങനൊരു ബ്ലാക്ക് ബോട്ടിലാണ് ഇതുള്ളത്. നല്ല ഭംഗിയുള്ളൊരു പാക്കേജിംഗ് ആണ്. ഇതൊരു 50 ml ബോട്ടിലാണ്. ഒരു 5000 അടുപ്പിച്ച് വരും നമ്മൾ ഇന്ത്യയിൽ. ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു നൈറ്റ് ടൈം വെയറബിൾ ഫ്രേഗ്രൻസ് ആണ്. ഇതൊരു നല്ലൊരു മിസ്റ്റി എന്ന് വെച്ചാൽ എല്ലാ യൂഷ്വൽ പെർഫ്യൂം പോലെയല്ല, ഡിഫറെൻറ്റ് നോട്ടുണ്ട് ഇതിന്. ജാസ്മിൻ, ലില്ലി, അതിൻ്റെ കൂടെ ഒരു വാനില, അതെല്ലാം കൂടെ ഒരു ഉൾപ്പെടുന്ന. നിങ്ങൾ ട്രൈ നോക്കിയിട്ട് പെർഫ്യൂംസ് പർച്ചേസ് ചെയ്യാറ്. എല്ലാ പെർഫ്യൂംസും എല്ലാവർക്കും ചിലപ്പോൾ ഡിഫറെൻ്റായിട്ട് തോന്നുകയും അവരുടെ ബോഡിയിൽ അടിക്കുമ്പോഴത്തേക്ക് ഡിഫറെൻ്റായിട്ട് സ്മെൽ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ റിസ്കിലൊക്കെ ട്രൈ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മേടിക്കാവുള്ളൂ. നെക്സ്റ്റ് വന്ന് ലത്താഫ കംറ എന്നുള്ളൊരു പെർഫ്യൂമാണ്. ലത്താഫ എല്ലാവർക്കും അറിയാം. ഈ ഒരു ബ്രാൻഡ് ഭയങ്കര വെൽ നോൺ ഒരു അറബിക് ബ്രാൻഡാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് കിലിയൻ പാരീസ് എന്നുള്ളൊരു ഹൈ എൻഡ് ബ്രാൻഡിൻ്റെ ഒരു സെയിം അതിൻ്റെ ഒരു ഏഞ്ചൽ ഷെയർ എന്നുള്ളൊരു വേരിയൻറ്റിൻ്റെ സെയിം സ്മെല്ലായിട്ട് വരും. നല്ല വാനിലയും നല്ലൊരു ഭയങ്കരമായിട്ടും യുണീക്കായിട്ടുള്ളൊരു ഒരു പെർഫ്യൂമാണിത്. ആ സെയിം പെർഫ്യൂമിൻ്റെ ഒരു ക്ലോണായിട്ട് വരും. അതിൻ്റെ പാക്കേജിംഗ് ഒക്കെ അതിൻ്റെ ഒരു സിമിലർ ഗ്ലാസ് പാക്കേജിങ്ങിലാണ്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. നല്ല വെയിറ്റാണിത്, ഇതിൻ്റെ ടോപ്പും ബോട്ടവും. ഇതെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അതായത് മെയ്ഡ് ഇൻ UAE തന്നെയാണ്. ഇതാണ് അതിൻ്റെ പാക്കേജ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു മണമാണ്. ഭയങ്കര യുണീക്ക് മണമാണ്. നിങ്ങൾ എപ്പോഴേലും ഇത് പറ്റുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു മസ്റ്റ് ബൈ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് വന്ന് ലത്താഫ പോലത്തെ ബ്രാൻഡ് തന്നെ പോലെയുള്ളൊരു ബ്രാൻഡാണ് ഖെയർ എന്ന് പറയുന്നത്. ഇതും UAE മെയ്ഡ് ബ്രാൻഡാണ്. ഇത് പാരീസ് കോർണർ ഖെയർ എന്നാണ് ഇതിൻ്റെ ഒരു റേഞ്ചിൻ്റെ പേര്. ഇത് വന്ന് പിസ്താഷ്യോ എന്നുള്ളൊരു മണമുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. നല്ല ഭംഗിയുള്ളൊരു പാക്കേജിംഗ് ആണ്. ഇത് ചെറിയൊരു സ്വീറ്റ് ഫ്രേഗ്രൻസ് ആണ്. ഇങ്ങനെ പിസ്താഷ്യോ ഭയങ്കര നട്ടിയായിട്ടുള്ളൊരു ഫ്രേഗ്രൻസ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. ഈ ചില സ്വീറ്റ് സ്മെൽ, ഇങ്ങനെ നട്ടി സ്മെല്ലൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഒരു സിമിലർ എന്ന് പറയുമ്പോഴത്തേക്ക് കയാലിൻ്റെ പിസ്താഷ്യോ ജെലാറ്റോ ആ ഒരു സെയിം മണമായിട്ടൊക്കെ വരും ഇതിൻ്റെ ഒരു മണം. ഇത് മസ്റ്റ് ബൈ ആയിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് നട്ടി സ്മെൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് കാരണമാണ് ഞാനിത് മേടിച്ചത്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മേടിക്കുക. ഈ ചെറിയ പെർഫ്യൂം ഇതെനിക്ക് തോന്നുന്നൊരു 30 ml ആണുള്ളത്. അതെ, 30 ml പെർഫ്യൂമാണ്. ഇത് അരിയാന ഗ്രാൻഡെ, ആ ഒരു സിംഗറുടെ ഒരു ബ്രാൻഡാണ് പെർഫ്യൂമിൻ്റെ. അവരുടെ റേഞ്ചിലുള്ള മോഡ് വാനില എന്ന് പറയും. ഇതൊരു വാനില മണമുള്ളൊരു പെർഫ്യൂമാണ്. ഇങ്ങനെ ഒരു എക്സൽ പോലത്തെ ഒരു പാക്കേജിംഗ് ആണ്. ചെറിയതാണ്, ഭയങ്കരമായിട്ടും വാനില മണമാണ്. നിങ്ങൾക്ക് വാനില അങ്ങനത്തെ ഒരു സ്വീറ്റ് സ്മെല്ലൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഇതിൻ്റെ വേറൊരു പിങ്ക് വേരിയൻറ്റും ഉണ്ട്. പക്ഷേ എനിക്ക് ഈ വാനിലയാണ് കൂടുതൽ ഇഷ്ടം. നല്ലൊരു ആർട്ടിഫിഷ്യൽ വാനില അല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വാനില, നല്ലൊരു മണമാണ്. നിങ്ങൾ ട്രൈ നോക്കിയിട്ട് മേടിക്കുക. നല്ല മണം. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഭയങ്കര മണമായിരുന്നു. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡ് സോൾ ഡി ജനറോ എന്നുള്ള ബ്രാൻഡിൻ്റെ 39 നമ്പറിലുള്ളൊരു പെർഫ്യൂമാണിത്. ഇത് ശരിക്കും പെർഫ്യൂം അല്ല, ബോഡി മിസ്റ്റ് എന്ന് വേണം പറയാൻ. കാരണം ഇത് ഒത്തിരി നേരം ലാസ്റ്റ് ഒന്നും ചെയ്യില്ല. ഇതെന്ന് പറയുമ്പോൾ ഒരു 50 ml പാക്കേജിങ് ചെറുതാണ് ഞാൻ മേടിച്ചത്. 50 ml 30 ml ആണെന്ന് തോന്നുന്നു. തീരാറായി ഓൾമോസ്റ്റ്. ഇത് ഭയങ്കര ട്രോപ്പിക്കൽ മണമാണ്. സമ്മറിന് പറ്റിയ മണങ്ങളൊക്കെയാണ്. എന്ന് പറയുമ്പോൾ ഒരു കോക്കനട്ട് ക്രീം, പ്രാലിൻ അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു മണമുള്ളൊരു പെർഫ്യൂമാണ്. എല്ലാവർക്കും ചിലർക്ക് കോക്കനട്ട് മണം ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ചെറുതായിട്ടൊരു കോക്കനട്ട് വരുന്ന മണം ഇഷ്ടമാണ്. പക്ഷെ ഒത്തിരി ഓവറായിട്ട് കോക്കനട്ട് മണക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഇത് ഒന്ന് ട്രൈ നോക്കിയിട്ട് മേടിക്കുള്ളൂ. സോൾജിൻ്റെ ഒരുപാട് നല്ലതുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു വേരിയൻ്റാണ് അതിൻ്റെ.
ലാസ്റ്റ് വന്ന് മറിയം എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരു പെർഫ്യൂമാണ്. ഞാനിതിവിടെ ലുലുവിലും കണ്ടിട്ടുണ്ട്, പുറത്ത് UAE-യിലും കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു UAE ബ്രാൻഡാണ്, എനിക്ക് ഉറപ്പില്ല, കാരണം ഇവിടെ ഒരു അറബിക്കിലൊക്കെ എഴുതിയിട്ടുണ്ട്. ലത്താഫ പോലത്തെ ഒരു ബ്രാൻഡാണെന്ന് എനിക്ക് തോന്നി. ഇവരുടെ ക്രീംസ് ഒക്കെ അവൈലബിൾ ആണ്, നല്ല മണമുള്ളൊരു അറബിക് സ്മെല്ലൊക്കെ ഉള്ള ക്രീംസാണ്. ഇതവിടെ പെർഫ്യൂം. ഇത് വന്നൊരു ജാസ്മിൻ, ഒരു ഫ്രഷ് സിട്രസി മണമാണ്, ഭയങ്കര ഫ്രഷ് ഡേ ടൈം ഫ്രേഗ്രൻസ് ആണിത്. ഇതൊരു 100 ml പാക്കേജിംഗ് ആണ്, നല്ല ഭംഗിയുള്ളൊരു പാക്കേജാണ്. അപ്പോൾ ഗിഫ്റ്റിംഗ് ഒക്കെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. സിൽവർ പാക്കേജിംഗ് ആണ്. ഇന്നത്തെ വീഡിയോ ഒന്ന് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അറിയാവുന്ന ഞാൻ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യാം. അപ്പം നെക്സ്റ്റ് ടൈം കാണുന്നവർ ബൈ.